IPL പുതിയ ചാമ്പ്യന്മാരെ നമുക്കിന്ന് അറിയാം. ഫൈനൽ പൂരിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. ഇന്ന് രാത്രി 7:30 മണിക്ക് അഹമ്മദാബാദിലാണ് മത്സരം. അനിൽ വാസുദേവ് അപ്ഡേറ്റ് ചെയ്യുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്, വിവരങ്ങൾ പറയും. ഗുഡ് മോർണിംഗ് എസ് കെ. IPL 19ാം സീസണ് അങ്ങനെ ഇന്ന് അവസാനമാവുകയാണ്. 2 മാസക്കാലം നീണ്ട ക്രിക്കറ്റ് കാർണിവലിനാണ് സമാപനമാകുന്നത്. 73 മത്സരങ്ങൾ, ആരാധകർക്ക് ഒരുപിടി നല്ല ഓർമ്മകൾ, പ്രത്യേകിച്ച് ഹൈ റൺ സ്കോർ, ഹൈ ചേസുകളൊക്കെ നടന്ന ഒരു കിടിലൻ ടൂർണമെൻറ്റ്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപിടി മുഹൂർത്തങ്ങളൊക്കെ തന്നെ കണ്ടാണ് ഇന്ന് 73 മത്സരങ്ങൾക്ക് ശേഷം 74ാം മത്സരമായി ഈ ഫൈനൽ പോരാട്ടം നടക്കുന്നത്. ഫൈനൽ ഏറ്റുമുട്ടുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലാണ്. കഴിഞ്ഞ തവണ 18 വർഷങ്ങൾക്ക് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചാമ്പ്യന്മാരായത്. അങ്ങനെ കപ്പില്ലാത്തവരെന്ന വലിയ നാണക്കേട്, അല്ലെങ്കിൽ അതിൻ്റെ പേരുള്ള കളിയാക്കലുകളൊക്കെ തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു കേട്ടിരുന്ന ഒരു ടീം തുടർച്ചയായി 2 തവണ കപ്പെടുക്കുന്ന ടീമായി മാറുമോ എന്നുള്ളതാണ് കൗതുകം. ഇതിൽ അതേസമയം 2022 അവർ ഫ്രാഞ്ചൈസി അരങ്ങേറ്റം കുറിച്ച് അതേ സീസണിൽ തന്നെ കപ്പടിച്ച് ഞെട്ടിച്ചവരാണ് ഗുജറാത്ത് ടൈറ്റൻസ്. അവർക്ക് കപ്പ് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഉശിരൻ പോരാട്ടം തന്നെയാണ് നമുക്ക് ഇന്ന് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറം മറ്റൊരു കൗതുകം, ഇന്ത്യൻ ക്രിക്കറ്റിലെ കിങ്, അല്ലെങ്കിൽ ലോക ക്രിക്കറ്റിലെ കിങ് എന്നറിയപ്പെടുന്ന വിരാട് കോഹ്ലിയും പ്രിൻസ് എന്നറിയപ്പെടുന്ന ശുഭ്മാൻ ഗില്ലും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം എന്നത് കൂടി നമുക്ക് ഈ മത്സരത്തെ വിശേഷിപ്പിക്കാം. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ലോക ക്രിക്കറ്റിനെ സമ്മാനിച്ച 2 അതുല്യ പ്രതിഭകൾ അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നു. കോഹ്ലിയുടെ യഥാർത്ഥ പിൻഗാമിയായി താൻ മാറുമോ എന്ന് ഇന്ന് ശുഭ്മാൻ ഗില്ലിനെ തെളിയിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സഞ്ജു സാംസണിൻ്റെയൊക്കെ തന്നെ കടന്നുവരവോടുകൂടി ഇന്ത്യൻ 2020 ടീമിൽ നിന്നൊക്കെ തന്നെ പുറത്താക്കപ്പെട്ട ശുഭ്മാൻ ഗില്ലിന് താൻ അങ്ങനെ ഒരു താരമല്ല, അല്ലെങ്കിൽ അത്തരം ഹെയ്റ്റ് ഏറ്റുവാങ്ങേണ്ട ഒരു താരമല്ല, ക്യാപ്റ്റൻ എന്ന നിലയിലും താൻ കൊള്ളാമെന്ന് തെളിയിക്കുന്നതിനായി ഈ കപ്പ് ഗുജറാത്തിന് നേടിക്കൊടുക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. കളത്തിലെ കാവ്യനിധിയാണ് ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും 2 മികച്ച ടീമുകൾ തന്നെയാണ് ഫൈനൽ വന്നിരിക്കുന്നത്. ഗ്രൂപ്പ് സ്റ്റേജിൽ അവർ 9 കളിയിൽ നിന്നായി 9 ജയങ്ങളോടുകൂടി 18 പോയിൻ്റാണ് നേടിയത്. പക്ഷേ RCB നേരിട്ട ഫൈനലിലേക്ക് മുന്നേറിയപ്പോൾ ഗുജറാത്തിന് ക്വാളിഫയർ 2 കൂടി ജയിക്കേണ്ടി വന്നു. അപ്പോൾ 2 തുല്യ ശക്തികൾ തമ്മിലുള്ള ഈ പോരാട്ടം അഹമ്മദാബാദിനെ ഇന്ന് കോരിത്തെരിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കാത്തിരിക്കുകയാണ് നമ്മളും പുതിയ IPL ചാമ്പ്യന്മാർ ആരെന്നറിയാൻ. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.